ഡെമോക്രസിയാണ്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും സ്വാഗതം. മുസ്ലിം സമുദായത്തിൽ ചുറ്റിപ്പിണഞ്ഞ് വളർന്നതിനു ശേഷം പൊതുസമൂഹത്തിലേക്ക് നീണ്ടുവരുന്ന ആ വിവാദ മുടിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നാണ് ഡെമോക്രസി ആരംഭിക്കുന്നത്. ونداخل على تابو على القبة الخضراء بالله نظرة يا سيدي كرم العالي والزهراء بالله نظرة يا سيدي كرم العالي بعد حب الله والذين آمنوا أشد حبا لله وبعد ذلك نحبه صلى الله عليه وسلم والحمد لله رب العالمين. نشكر الشيخ أحمد ابن الشيخ محمد الخضرجي رحمه الله على هذا الاحتفاء بمولد الحبيب صلى الله عليه وسلم والحمد لله رب العالمين. ولا أريد أن نطيل بين هذه العلماء الكبار والشخصيات الكبار. الحمد لله أنا الوحيد الذي يتكلم غير العربي في هذا المكان. أنا هندي والحمد لله رب العالمين والسلام عليكم. അബുദാബിയിലെ അഹമ്മദ് കസ്രജിയുടെ വസതിയിൽ നടന്ന ഒരു നബിദിനാഘോഷത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിക്കുന്നത്. നബിദിനം ആഘോഷിക്കാൻ തന്റെ വീട്ടിലെത്തുന്നവർക്ക് പുണ്യവസ്തുക്കൾ കാണിച്ചു കൊടുത്ത് വിസ്മയിപ്പിക്കാറുണ്ട് കസ്രജി. അവിടെ നിന്നാണത്രേ കാന്തപുരം മുടി സംഘടിപ്പിച്ചത്. محمد يا سامع صل عليه اللي رب البرايا أوجب الصلاة عليه ونداخل على تاب وعلى القبة الخضراء ونداخل على تاب على القبة الخضراء بالله نورا يا جدان كرم العالي والزهراء بالله نورا يا جدان كرم العالي والزهراء. ആ മുടി സൂക്ഷിക്കാനും പ്രദർശിപ്പിക്കാനുമായി കോഴിക്കോട് നഗരത്തിനടുത്ത് വലിയൊരു മസ്ജിദ് നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഉസ്താദ്. ഈ പള്ളിയിൽ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് 25,000-ഓളം പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. പള്ളിയോടനുബന്ധിച്ച് അൽ ആസാർ ഷരീഫ പുരാതന ഇസ്ലാമികമായി അംഗീകാരമുള്ളതും മഹത്വമുള്ളതുമായ പുരാതന വസ്തുക്കൾ ശേഖരിക്കപ്പെടുന്ന ഒരു മ്യൂസിയം അവിടെ ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും പ്രധാനം പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണ് അവിടെ നിക്ഷേപിക്കപ്പെടുന്ന മ്യൂസിയത്തിൽ സ്ഥാപിക്കപ്പെടുന്ന മസ്ജിദിനോടനുബന്ധിച്ച് മസ്ജിദിൽ തന്നെ ഉണ്ടാവുന്ന ഈ മ്യൂസിയത്തിൽ പ്രധാനമായുള്ളത് ഈ ഷഹർ മുബാറക്ക് ആണ്. അപ്പോഴാണ് സുന്നികളിലെ ഔദ്യോഗിക വിഭാഗമായ EK വിഭാഗം സുന്നികൾ തിരുമുടി വ്യാജമാണെന്ന ആരോപണവുമായി മുന്നോട്ട് വരുന്നത്. അതല്ലെന്ന് തെളിയിക്കാൻ അവർ കാന്തപുരത്തെ വെല്ലുവിളിച്ചു. സ്വാഭാവികമായി ഇത് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്താൻ കാന്തപുരവും ഉൾപ്പെടെയുള്ള ലോകത്തെ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ സ്ഥിരീകരിച്ച കാര്യമാണ് ഈ 3 കാര്യം. പ്രവാചകരുടെ മുടിയാണെങ്കിൽ അതിൽ നിഴലുണ്ടാവില്ല, അതിൽ ഈച്ച പോലുള്ള മ്ലേച്ഛമായ ജീവികൾ ഇരിക്കില്ല, അത് കത്തിച്ചാൽ കത്തൂല. അപ്പൊ ഒന്നുകിൽ അവർ ഈ ഇസ്ലാമിക രേഖകൾ നിരാകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ മുടി യഥാർത്ഥ മുടിയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ മുടി ഇത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ അത് കത്തിപ്പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നിഴല് കാണുകയാണെങ്കിൽ
ഈ അവരുടെ മുടിയും ഞങ്ങളുടെ മുടിയും വ്യാജമാണെന്ന് അംഗീകരിക്കേണ്ടി വരും. കളി കാന്തപുരത്തോടാണോ? പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല. എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുള്ളോ, അവിടെ കബറുകൾ തുറന്നു നോക്കാൻ പാടുള്ളോ? ഇല്ല. അതുപോലെ ഇത് കത്തിച്ചു നോക്കാൻ പാടില്ല. ഇതിനെ ഹീനമാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. കളിച്ച് കളിച്ച് നബിയുടെ കബറ് മാന്തുന്നത് വരെ എത്തിയ സ്ഥിതിക്ക് ഡെമോക്രസി ഒരു ഇടവേളയെടുത്ത് മുങ്ങുകയാണ്.